നിലവിലുള്ള റാങ്ക് പട്ടിക റദ്ദ് ചെയ്ത് റീവാലുവേഷൻ നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം വരുന്നത് സ്വാഭാവികമായും ഇവർ നൽകിയിരിക്കുന്ന ഗ്രേസ് മാർക്കൊക്കെയായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വർഷം. മാത്രമല്ല, ചരിത്രത്തിൽ ഇന്നോളം ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഒരു പതിവും ഇതുപോലൊരു പരീക്ഷയ്ക്കില്ല. ുമായി ബന്ധപ്പെട്ടുയരുന്ന ചർച്ചകളിന്മേലോ ഉണ്ടാവാത്ത സാഹചര്യം നോക്കി NTA റിസൾട്ട് അനൗൺസ് ചെയ്തതിൽ പോലും നിയമ പോരാട്ടം നടത്തുമെന്ന സൈലം. സുപ്രീം കോടതിയിൽ സൈലത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ R. ബസന്ത് ഹാജരാകും. ഹായ്, നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട നമ്മളുടെ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. വലിയ ജാഗ്രതയോടുകൂടെ രാജ്യത്തെ സംഭവ വികാസങ്ങളെ ഞങ്ങളും നിങ്ങളുമെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സങ്കടപ്പെടുത്തുന്ന വിശേഷങ്ങളാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ഉണ്ടാവുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും പോലീസിന് തലേ ദിവസം തന്നെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു കിട്ടി എന്ന രൂപത്തിൽ കുട്ടികൾ മൊഴി കൊടുത്തതിൻ്റെ വാർത്തകൾ, മൊഴി പകർപ്പുകൾ പുറത്തേക്ക് വരുന്നു. NTA ഒരു പൊതുപരീക്ഷ ഇങ്ങനെയാണ് നടത്തുന്നത്. 10-24 ലക്ഷം പേരുടെ ഭാവിയെ അപ്പാടെ അവതാളത്തിലാക്കുന്ന രീതിയിലേക്ക് രാജ്യത്തെ പരീക്ഷ നടത്തിപ്പ് പോവുകയാണ് എന്നൊക്കെയുള്ള സങ്കടപ്പെടുത്തുന്ന വിവരങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. NTA നടത്തിയ മറ്റൊരു പരീക്ഷ നെറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീറ്റ് എക്സാമിനേഷൻ്റെ ഭാവി എന്തായിരിക്കും? ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ വീണ്ടും നടത്താൻ സാധ്യതയുണ്ടോ? റാങ്ക് പട്ടിക റദ്ദ് ചെയ്ത് പുതിയ റാങ്ക് പട്ടികയിലേക്ക് പോകുമോ? അങ്ങനെയാണെങ്കിൽ ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയ കാരണം കൊണ്ട് പരീക്ഷ പാസ്സായ കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? തുടങ്ങിയ ഒരുപാടേറെ കൺഫ്യൂഷനുകൾ നമ്മളുടെ മുമ്പിൽ വരുന്നുണ്ട്. അതിനിടയിൽ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പ്രതിവാദങ്ങൾ ഉയർത്തുന്ന ആളുകൾ പറയുന്നത് രാജ്യത്തെ കോച്ചിങ് ഇൻഡസ്ട്രി വളരുകയല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി കോച്ചിങ്ങിൻ്റെ ഇപ്പോൾ കേരളത്തിലൊക്കെ ഇന്നലെയും എന്നോട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചയിൽ കേരളത്തിലൊക്കെയുള്ള കോച്ചിങ്ങിൻ്റെ ക്വാളിറ്റിയിലുണ്ടായ മെച്ചമായി ഈ വർഷത്തെ മാർക്ക് വർധനവിനെ കാണാൻ കഴിയില്ലേ എന്ന ചോദ്യം ആളുകൾ ചോദിക്കുകയുണ്ടായി. ഞാനതിന് വലിയ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടത്. കാരണം കേരളത്തിലെ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ ചരിത്രം വളരെ പഴയ ചരിത്രമാണ്. കഴിഞ്ഞ 4 വർഷത്തെ റാങ്ക് പട്ടിക നമ്മളെടുത്ത് പരിശോധിച്ചാൽ 720-ന് മുകളിൽ ഒരാളെപ്പോലും കേരളം സംഭാവന ചെയ്തിട്ടില്ല. 700-ന് മുകളിൽ ഇതുവരെയും 2 അക്കം കടന്നിട്ടില്ല കേരളത്തിൽ നിന്ന്. അപ്പോഴാണ് ഈ വർഷം 100-ഉം 150-ഉം ഒക്കെ ആളുകൾ കേരളത്തിൽ നിന്ന് 700-ന് മുകളിലോട്ടേക്ക് കയറിപ്പോകുന്നത്. അത് കോച്ചിങ് ഇൻഡസ്ട്രിയുടെ ക്വാളിറ്റിയിലുണ്ടായ വർധനവ് കൊണ്ടുള്ള മാറ്റമാണ് എങ്കിൽ അതിനെ വലിയ സന്തോഷത്തോടു കൂടെ നാം നോക്കിക്കാണും. അങ്ങനെ ഒരു വർഷം കൊണ്ടൊരു ഹ്യൂജ് ജമ്പ് സംഭവിക്കാൻ, ഒരു മിറാക്കിൾ സംഭവിക്കാൻ എന്താണ് ഇക്കഴിഞ്ഞ ഒരു വർഷം ഇവിടുത്തെ കോച്ചിങ് ഇൻഡസ്ട്രിയിലുണ്ടായ വ്യത്യാസം എന്ന ചോദ്യം വളരെ രസമുള്ള എന്ന് ഞാൻ പറയുമ്പോഴും സങ്കടപ്പെടുത്തുന്ന ചോദ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. പല കോച്ചിങ് സെൻ്ററുകളുടെയും മൗനം നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ, ഞാനായാലും ഞങ്ങളായാലും മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായാലും ഒക്കെ കഴിഞ്ഞ ഒരു വർഷം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചവരാണ്, അവരെ ആത്മാർത്ഥമായി അഡ്രസ്സ് ചെയ്തവരാണ്, പരീക്ഷാ ഹാളിലേക്ക് പറഞ്ഞയച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ പങ്കിട്ടെടുക്കാനും അവരുടെ വേദനകളെ പങ്കിട്ടെടുക്കാനുമുള്ള ഉത്തരവാദിത്വം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒറ്റ മനസ്സോടുകൂടെ ചേർന്ന് നിൽക്കേണ്ടുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ രാജ്യത്തെ പ്രമുഖമായ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മൗനത്തിലാണ്. ഇന്ത്യയിൽ തന്നെ പേരെടുത്ത പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വലിയ അഡ്വക്കേറ്റ്സിനെ പോലും സുപ്രീം കോടതിയുടെ മുൻപാകെ ഹാജരാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുന്ന വക്കീലന്മാരുടെ നിലവാരത്തിൽ പരിമിതിയുണ്ട് എന്ന് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ പ്രമുഖരായ അഭിഭാഷകരാണ് ഈ കേസിന് വേണ്ടി കോടതിയുടെ മുമ്പിലേക്ക് വരേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനെ തന്നെ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കാൻ സൈലത്തിന് കഴിയുന്നു ഈ ദിവസങ്ങളിൽ എന്ന അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ അവകാശവാദത്തോടുകൂടെ തന്നെയാണ് ഞാൻ മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട് ഇത് പറയുന്നത്. ഞങ്ങൾ നടന്ന പാത നിങ്ങളും പിന്തുടരേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഭാവിയിലേക്ക് കൈപിടിച്ച് നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ പരീക്ഷ ഒരു ക്വാളിറ്റി എക്സാമിനേഷനായി നിലനിർത്താനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അപ്പോഴും സൈലത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച്, സൈലം അതിഗംഭീരമായ റിസൾട്ട് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയല്ല ഈ കോച്ചിങ് ഇൻഡസ്ട്രി അഡ്രസ്സ് ചെയ്യുന്നത്. ഗ്രാജ്വലി സൈലം ഇങ്ങനെ
മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഞങ്ങളുടെ റിസൾട്ടിൻ്റെ ഗ്രാഫിലുള്ള ഉയർച്ച പരിശോധിച്ചാൽ ആ ഉയർച്ചയുടെ ഒരു സ്വഭാവമുണ്ട്. അതൊരിക്കലും ഒരു ജമ്പല്ല. ഞങ്ങൾ ആരംഭിച്ചത് മുതൽ ഇതുവരെയും ഞങ്ങളുടെ കുട്ടികളെ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും അവരുടെ റിസൾട്ടിനെ പടിപടിയായി കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ആ ഉത്തമ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട്, ഞങ്ങളുടെ സത്യസന്ധതയിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട്, ഞങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് എന്ന ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട്, വളരെ മാർക്ക് കുറഞ്ഞവരും ആവറേജ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ മാറ്റി നിർത്തിയവരെയും ഞങ്ങളുടെ ക്ലാസ് റൂമിലിരുത്തി അവരുടെ കൂടെ ഞങ്ങളുടെ രാപ്പകലുകൾ ഞങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ ബോധം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഈ പരീക്ഷയുടെ സത്യസന്ധത നിലനിൽക്കണം. ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിച്ചു മുന്നോട്ട് പോകാവുന്ന രൂപത്തിലേക്ക് ഒരു പൊതുപരീക്ഷ ക്വാളിറ്റിയോടുകൂടെ നിലനിൽക്കണമെന്ന ഈ പൊതുപരീക്ഷയുടെ തന്നെ ഭാവിയെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് അതുകൊണ്ട് ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിലേക്കല്ല NTA വരേണ്ടത്, ഒരു പൊതുപരീക്ഷാ നടത്തിപ്പ് സമ്പ്രദായം ഇന്ത്യയിൽ വരേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ അങ്ങേയറ്റം വരെ സൈലം ഇനിയും പോവുക തന്നെ ചെയ്യും. നമ്മളുടെ സംശയങ്ങളെ, നമ്മൾ ഉയർത്തിയ പരാതികളെ ഒക്കെ അങ്ങേയറ്റം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മുടെ ചുറ്റും നിന്ന് വരുന്നത്. ഈ വാർത്തകൾക്കൊപ്പം സൈലവും ഞങ്ങളുടെ കുട്ടികളും സഞ്ചരിക്കുകയാണ്. അത് ഏതറ്റം വരെയും നമ്മൾ മുന്നോട്ട് തന്നെ പോവും. ഈ പരീക്ഷയുടെ ക്വാളിറ്റി ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പൊതുസമൂഹത്തിനുണ്ട്. അതിന് മുമ്പും ഞങ്ങൾ പറയുന്നുണ്ട്, ഇവിടുത്തെ പൊളിറ്റിക്കൽ സമൂഹത്തിൻ്റെയും ഇവിടുത്തെ രക്ഷാകർതൃ സമൂഹത്തിൻ്റെയും ഒക്കെ പിന്തുണ ഈ കോച്ചിങ് ഇൻഡസ്ട്രിക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല, മറ്റ് വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു ശോഭനമായ ഭാവി സ്വപ്നം കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇനി ഈ നീറ്റ് റദ്ദ് ചെയ്ത് പുതിയ നീറ്റ് എക്സാമിനേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന ടെൻഷൻ കുഞ്ഞുങ്ങൾക്കുണ്ട് എങ്കിൽ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ അങ്ങേയറ്റം വിശ്വാസമർപ്പിക്കണം, പഠിച്ചു തുടങ്ങണം. ഇനിയൊരു പരീക്ഷ നമ്മളുടെ മുമ്പിൽ വരികയാണെങ്കിലും അതിഗംഭീരമായി നമ്മൾ ആ പരീക്ഷ എഴുതും. മെറിറ്റിനു വേണ്ടി ഏതറ്റം വരെയും ഞങ്ങളും നിങ്ങളും ഒന്നിച്ച് നിലനിൽക്കും. അതുകൊണ്ട് ഹാപ്പിയായി ഉഷാറായിരിക്കുക. നമ്മളെ സന്തോഷിപ്പിക്കുന്ന വിശേഷങ്ങൾ മാത്രമാണ് പുറത്തു വരിക. ഒട്ടും ടെൻഷനാവരുത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും ടെൻഷനാവരുത്. ഇനി ഒരു നീറ്റ് എക്സാമിനേഷൻ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഗ്യാപ്പിൽ മെഗാ മാരത്തോണുകളായും നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന മോക്ക് എക്സാമിനേഷനുകളായും ഒക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് ഒരു ടെൻഷനുമില്ലാതെ നമുക്ക് പുതിയ വിശേഷങ്ങൾക്ക് കാത്തിരിക്കാം. താങ്ക് യു.